കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ പിന്മഴയിൽ വീണ്ടും അയക്കണമേ നിൻ ജനമുണർന്നിടുവാൻ പിന്മഴയിൽ വീണ്ടും അയക്കണമേ നിൻ ജനമുണർന്നിടുവാൻ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത് മൂലപാപങ്ങളിലെ മൂന്നാമത്തേതായ അലസതയെ പറ്റിയാണ്. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 38 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തൻ്റെ അടുക്കിലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. അലസത എന്ന മൂലപാപം ദാരിദ്ര്യത്തിൻ്റെ മാതാവും അഹങ്കാരത്തിൻ്റെ സഹോദരിയുമാണ്. ഇത് നമ്മെ എല്ലാ പുണ്യപ്രവൃത്തികളിൽ നിന്ന് അകറ്റുക മാത്രമല്ല, നമ്മുടെ മനസ്സിനെ പിശാചിൻ്റെ പണിപ്പുരയാക്കി മാറ്റുകയും ചെയ്യുന്നു. അലസത വളരെ പതിയെ നാം അറിയാതെ നമ്മിൽ ആഴത്തിൽ വേര് പിടിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലാണെങ്കിലും ഭൗതികമായ കർത്തവ്യ നിർവഹണത്തിലാണെങ്കിലും വ്യക്തിപരമായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്ന കാര്യത്തിലാണെങ്കിലും പിന്നീട് എന്ന് പറഞ്ഞ് നാം മാറ്റിവയ്ക്കുന്ന കാര്യങ്ങൾ എല്ലാം അലസതയുടെ ആദ്യ പടിയിലേക്കുള്ള പ്രവേശനമാണ്. പലപ്പോഴും പലവിധ ധ്യാനങ്ങൾ കൂടിയിട്ട് ആരംഭിക്കുന്ന പ്രാർത്ഥനാ ജീവിതവും സുഹൃത അഭ്യാസവും പാപവഴികളിൽ നിന്ന് പിന്തിരിഞ്ഞുള്ള നടപ്പുമെല്ലാം നഷ്ടമാകുന്നതിന് കാരണം ഒരു ചെറിയ നിമിഷത്തിൽ വന്നു ചേരുന്ന അലസതയാണ്. അലസത പിന്നീട് മടിയിലേക്കും ഉപേക്ഷയിലേക്കും വഴിതെളിക്കുന്നു. നമ്മുടെ അഹങ്കാരവും കോപവും ദ്രവ്യാഗ്രഹവും മറ്റു മൂലപാപങ്ങളെല്ലാം തന്നെ നമുക്ക് വേഗത്തിൽ തിരിച്ചറിയാൻ സാധിക്കുമെങ്കിലും അലസത എന്ന പാപത്തെ നമുക്ക് തിരിച്ചറിയുവാൻ സമയം വൈകി പോകാറുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും ചെറിയ സ്വരം ശ്രവിക്കുവാനുള്ള കൃപ ലഭിക്കുക എന്നതാണ് അലസതയെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുവാനുള്ള ഏക പോംവഴി. സ്ഥിരോത്സാഹിയായിരിക്കുന്നതോടൊപ്പം പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും ചെറിയ സ്വരം ശ്രവിക്കുന്നതിനുള്ള കൃപ കൂടി ഈ പന്തക്കോസ്ത ഒരുക്ക ശുശ്രൂഷയിലൂടെ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അലസതയെപ്പറ്റി പറയുന്ന പ്രധാനപ്പെട്ട വചനഭാഗങ്ങൾ ഇവയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 10-ാം അധ്യായം 4-ാം വാക്യം. അലസമായ കരം ദാരിദ്ര്യം വരുത്തി വയ്ക്കുന്നു, സ്ഥിരോത്സാഹിയുടെ കൈ സമ്പത്ത് നേടുന്നു. വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകം 24-ാം അധ്യായം 30-31 വാക്യങ്ങൾ. ഞാൻ അലസൻ്റെ വയലും ബുദ്ധിശൂന്യൻ്റെ മുന്തിരിത്തോപ്പും കടന്നുപോയി, അവിടെയെല്ലാം മുള്ളുകൾ നിറഞ്ഞിരുന്നു, നിലമാകെ കളകൾ കൊണ്ട് മൂടിയിരുന്നു, അതിൻ്റെ കൽഭിത്തി ഇടിഞ്ഞു പൊളിഞ്ഞു കിടന്നിരുന്നു. വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകം 20-ാം അധ്യായം 4-ാം വാക്യം. അലസൻ ഒഴിവുകാലത്ത് നിലമൊരുക്കുന്നില്ല, കൊയ്ത്തുകാലത്ത് തേടി നടക്കും, ഒന്നും ലഭിക്കുകയുമില്ല. വീണ്ടും വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 15-16 വാക്യങ്ങൾ. നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു, നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല, തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചൂടോ തണുപ്പോ ഇല്ലാതെ മന്ദോഷ്ണനാകിയാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. വീണ്ടും തോബീതിൻ്റെ പുസ്തകം 4-ാം അധ്യായം 13-ാം വാക്യം. അഹങ്കാരം വിനാശവും അരാജകത്വവും വരുത്തും, അലസത നാശത്തിനും പട്ടിണിക്കും നിദാനമാകുന്നു. കാരണം അലസതയാണ് ദാരിദ്ര്യത്തിൻ്റെ മാതാവ്. ഈ അലസത എത്ര ഗൗരവമുള്ള പാപമാണെന്നും അലസത മൂലം അനേകരുടെ ജീവിതം നശിക്കപ്പെട്ടു പോയതിനെപ്പറ്റിയും ഈ വചനം നമുക്ക് ബോധ്യങ്ങൾ തരുന്നു. അതിനാൽ എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ജീവിതം
അലസത എന്ന മാരകപാപം വിനാശം കൈവരുത്തി വയ്ക്കാതെ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ഊർജ്ജസ്വലതയോടെ സ്ഥിരോത്സാഹിയോടെ നമുക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ചെയ്യുവാനായിട്ട് പ്രത്യേകം പരിശുദ്ധാത്മാവിനോട് ഈ പന്തക്കുസ്ത ഒരുക്ക ദിനങ്ങളിലൂടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അവിടുത്തെ തിരുരക്തം സകല പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ ശുദ്ധീകരിക്കുന്നുവല്ലോ. ഈശോയെ, അവിടുത്തെ പരിശുദ്ധ രക്തം ഞങ്ങളുടെ മേൽ തളിച്ച് ഞങ്ങളിലുള്ള അലസത, കാര്യങ്ങൾ മാറ്റിവയ്ക്കുന്ന സ്വഭാവം, നിസ്സംഗത, നിർവികാര്യത, അവഗണന, മടി ആദിയായ പാപ സ്വഭാവങ്ങളെല്ലാം കഴുകി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഉത്സാഹം, അധ്വാനശീലം, ആത്മാവിലുള്ള ജ്വലനം, തീഷ്ണത എന്നിവയാൽ ഞങ്ങളെ നിറച്ച് ആത്മാവിൽ വ്യാപരിക്കുവാനുള്ള കൃപാവരം ഞങ്ങളിൽ ഒഴുക്കി അങ്ങയുടെ കൃപാവര ഫലങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ എന്നപേക്ഷിക്കുന്നു. ആമേൻ.